PSC പരീക്ഷാക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് ആരംഭിക്കും. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് SIT യോഗം ഉച്ചയോടുകൂടി ആരംഭിക്കും. അന്വേഷണത്തിന്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് യോഗം. ക്രമക്കേട് ആരോപിച്ച പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും PSCയോട് ആവശ്യപ്പെടും. എന്നാൽ ഫയലുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്ന കാര്യത്തിൽ PSC കമ്മീഷൻ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. മൻഫിൽ ഡിസൂസ ചേരുകയാണ്. മൻഫിൽട്ട, IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. അതുതന്നെയാണ് ഇന്നത്തെ ഒരു പ്രധാന അജണ്ടയായി വരുന്നത്, അല്ലേ? തീർച്ചയായും ശ്രീജ, ക്രൈംബ്രാഞ്ച് അജിത ബീഗത്തിന്റെ അധ്യക്ഷതയിലാണ് SIT ഇന്ന് യോഗം ചേരുന്നത്. അന്വേഷണ സംഘത്തിൽ 3 ഉദ്യോഗസ്ഥരാണുള്ളത് നമുക്കറിയാം. ഇന്ന് 3 പേരും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഉച്ചയോടുകൂടി യോഗം ചേരും. ഇന്ന് മുതലേ അന്വേഷണം ആരംഭിക്കുകയാണ്. അതായത് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് ഏത് രീതിയിലായിരിക്കണം അന്വേഷണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കുന്നതിനും വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ, അതായത് ഏതൊക്കെ രീതിയിൽ, അതിന്റെ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ അത് 1ാം ഘട്ടം എന്ന് പറയുന്നത് ഈ അന്വേഷണം ആരംഭിക്കണമെങ്കിൽ കൃത്യമായ രേഖകളും ഫയലുകളും ഒക്കെ SITക്ക് ലഭിക്കണം. അപ്പൊ SITക്ക് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള രേഖകളും ഫയലുകളും ലഭിക്കുമ്പോൾ PSCയിൽ നിന്ന് ലഭിക്കാൻ മതി. അപ്പൊ PSC അതിനു വേണ്ടിയുള്ള ഫയൽ ആവശ്യപ്പെടുന്നു. എന്നാൽ PSC നമുക്കറിയാം സ്വതന്ത്ര സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ PSCയുടെ അന്വേഷണം പോലും സർക്കാരിന് നേരിട്ട് നടത്താൻ പറ്റുമോ എന്നതൊക്കെ തന്നെ വിശദമായ നിയമോപദേശമൊക്കെ തേടിയിട്ടാണ് സർക്കാർ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൊടുക്കുകയും SIT ഉപയോഗിക്കുകയൊക്കെ ചെയ്തത്. ഇനി PSC സംബന്ധിച്ച് ഉറപ്പായും സർക്കാർ തലത്തിലുള്ള അന്വേഷണം വരുമ്പോൾ അത് ഫയലുകൾ ആവശ്യപ്പെടുന്നതൊക്കെ PSCക്ക് അറിയാം. അതുകൊണ്ട് തന്നെ PSC നേരത്തെ തീരുമാനിച്ചാണ് ആ ഫയൽ കൊടുക്കണമോ വേണ്ടോ എന്നത് PSC തന്നെ കമ്മീഷൻ യോഗം ചേർന്ന് തീരുമാനിക്കും. കാരണം ഇതിനോടകം PSC തന്നെ ആഭ്യന്തര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരാതിക്കാരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ ആസൂത്രണ ബോർഡ് ചീഫിന്റെ പരീക്ഷ ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും അധികം പരാതിയുള്ള അത് വിവരാവകാശ രേഖ പ്രകാരം പോലും ട്രിബ്യൂണൽ ഇടപെടുകയൊക്കെ ചെയ്ത വിഷയമാണ്. അതിൽ പോലും 2 അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒപ്പം PSC പ്രഖ്യാപിച്ച ആഭ്യന്തര വിജിലൻസ് അന്വേഷണം. ഒരേ വിഷയത്തിൽ 2 അന്വേഷണം സമാന്തരമായി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമ്പോൾ അവർ രേഖകളൊക്കെ പരിശോധിച്ച് ഫയലുകളിലേക്ക് പരിശോധിച്ചാണ് അന്വേഷണം തുടരുന്നത്. അതേ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഇത് മുഴുവൻ രേഖകൾ കൈമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് PSC വിശദമായി യോഗം ചേർന്ന് അവർ തീരുമാനമെടുക്കും. അതേസമയം ഉച്ചയോടുകൂടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ഈ ഫയലുകൾ ആദ്യം കിട്ടണം, അതിനുശേഷം മൊഴി രേഖപ്പെടുത്തണം. അപ്പൊ ഈ പരാതിക്കാരുടെ മുഴുവൻ ഈ SIT രൂപീകരിച്ച് അന്വേഷിക്കുന്നതും പ്രധാനമായി അന്വേഷിക്കുന്നത് ഈ ആസൂത്രണ ബോർഡിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്നാൽ ആ ഉത്തരവിൽ, ഇന്നലെ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു അന്വേഷണമല്ല അല്ലെങ്കിൽ ഒരു പരാതിയല്ല, 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് PSCയുമായി ബന്ധപ്പെട്ട പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങളാണോ ഉയർന്നു വന്നിട്ടുള്ളത് അത് മുഴുവനും ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് വളരെ കൃത്യമായി തന്നെ ആ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ KS പരീക്ഷയിൽ പോലും ആരോപണം വന്നിട്ടുണ്ട്. അതടക്കമുള്ള നിരവധി പരീക്ഷ, ആസൂത്രണ ബോർഡിന്റെ പരീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് നിരവധി പരീക്ഷകളിൽ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ഇനി അന്വേഷണത്തിനെ പറ്റി ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥർക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണമെന്നതിനുൾപ്പെടെ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിന് യോഗം ചേരുക. ഈ യോഗം ചേർന്ന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം ഇന്ന് തന്നെ PSC ആസ്ഥാനത്തേക്ക് ഈ രേഖകൾ കൈമാറാൻ വേണ്ടി അപേക്ഷ നൽകുകയോ PSC സന്നിധിക്കുകയോ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വൈകാതെ അല്ലെങ്കിൽ ഇത് കാലതാമസമൊന്നും കൊടുക്കാതെ അതിവേഗത്തിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സംസ്ഥാന പോലീസ് മേധാവി ഈ റിപ്പോർട്ട് ഈ അന്വേഷണ സംഘം കൈമാറണം. ആഭ്യന്തര വകുപ്പ് കർശനമായ നിർദ്ദേശവും മുന്നറിയിപ്പും നൽകിയിരിക്കാൻ ഒരു വീഴ്ചയോ ഉണ്ടാകാൻ പാടില്ല, അന്വേഷണത്തിൽ പിഴവുകളൊന്നും സംഭവിക്കാൻ പാടില്ല, കാലതാമസം ഉണ്ടാകാൻ പാടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ അന്വേഷണം വരുമ്പോൾ അതിൽ നിന്ന് നീങ്ങുന്നൊരു പതിവാണ്. പ്രത്യേകിച്ച് PSC ഇത്രയേറെ വ്യാപക പ്രതിഷേധമൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നൊരു പശ്ചാത്തലമാണ്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് അതിൽ ഒരു കാരണവശാലും സർക്കാരിന് അത് നാണക്കേടോ ചീത്തപ്പേരോ ഉണ്ടാകാൻ പാടില്ല, ആരോപണം പോലും ഉയരാൻ പാടില്ല. അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ നേരിട്ടിടപെടുന്നു. ഓരോ 2 ആഴ്ച കഴിയുമ്പോഴും DGPക്ക് റിപ്പോർട്ട് നൽകണം. പോലീസ് മേധാവി ഈ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്കും ഒരുപക്ഷെ കൈമാറും. ആ രീതിയിൽ വളരെ കൃത്യമായും സുതാര്യമായും സൂക്ഷ്മതയോടുകൂടി അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനായി യോഗം ചേരുന്നതും അപ്പോൾ ഇന്ന് തന്നെ PSCയെ സമീപിക്കാനും തയ്യാറെടുപ്പ് നടത്തുന്നത്.